ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ അപ്കമിങ് GD എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫയർ ബ്ലൈറ്റ് ഡിസീസ് പ്രൈമർലി എഫക്ട്സ് വിച്ച് ക്രോപ്പ്? ഏത് ക്രോപ്പിനെയാണ് ഫയർ ബ്ലൈറ്റ് ഡിസീസ്? ഫയർ ബ്ലൈറ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഡിസീസാണ്. ഓക്കെ, ഒരു പ്ലാന്റ് ഡിസീസാണ്. ആൻഡ് ഇത് പ്രൈമറിലി എഫക്റ്റ് ചെയ്യുന്നത് ഏത് ക്രോപ്പിനെയാണ്? ആപ്പിൾ. ഏത് ക്രോപ്പിനെയാണ്? ആപ്പിളിനെയാണ് ഫയർ ബ്ലൈറ്റ് ഡിസീസ് പ്രൈമറിലി എഫക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കിയേ, സൺഫ്ലവർ. ഓക്കെ, സൺഫ്ലവറിന് റെഡ് റസ്റ്റ് ഡിസീസ്. ഏതാണ്? റെഡ് റസ്റ്റ് ഡിസീസാണ് സൺഫ്ലവറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് എന്ന് പറയുന്നത്. നോക്കിയേ, സൺ റെഡ്. സൺ എന്താ? റെഡ് അല്ലേ? അപ്പോൾ സൺഫ്ലവറിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതാണ്? റെഡ് റസ്റ്റ് ഡിസീസാണ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ഗ്രൗണ്ട് നട്ട്. ഓക്കെ, ഗ്രൗണ്ട് നട്ടിനെ എഫക്റ്റ് ചെയ്യുന്നത് ടിക്ക ഡിസീസാണ്. ഏത് ഡിസീസാണ്? ടിക്ക ഡിസീസാണ്. നെക്സ്റ്റ് നോക്കിയേ, പേൾ മില്ലറ്റ്. ഏതാണ്? പേൾ മില്ലറ്റ്. ബജ്ര എന്ന് പറയുന്നത് നമ്മുടെ തിന എന്നൊക്കെ നമ്മൾ പറയില്ലേ, കമ്പ് തിന എന്ന് പറയുന്നത്, അതാണ് പേൾ മില്ലറ്റ്. അപ്പോൾ പേൾ മില്ലറ്റിനെ ഏത് ഡിസീസാണ് ബാധിക്കുന്നത്? ഗ്രീൻ ഇയർ ഡിസീസ്. ഏത് ഡിസീസാണ്? ഗ്രീൻ ഇയർ ഡിസീസ്. നമുക്കറിയാം, നമ്മൾ പേൾ എന്താണ് കമ്മലായിട്ടൊക്കെ കാതിലിടുക അല്ലേ, പേൾസിനെ. നമുക്ക് പേൾ മില്ലറ്റ് വരുന്ന ഏതിലാണ്? ഗ്രീൻ ഇയർ ഡിസീസാണ് ഏത്? പേൾ മില്ലറ്റിനെ ബാധിക്കുന്നത്. ദെൻ ടൊബാക്കോ. ടൊബാക്കോനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ്, ഒരു പ്ലാന്റ് ഡിസീസാണ് മൊസായിക് ഡിസീസ്. ഏതാണ്? മൊസായിക് ഡിസീസ്. മൊസായിക് ഡിസീസ് ഏത് പ്ലാന്റിനെയാണ് അപ്പോൾ ബാധിക്കുന്നത്? ടൊബാക്കോ. ടൊബാക്കോനെ ബാധിക്കുന്നതാണ് ഏത്? മൊസായിക് ഡിസീസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നോക്കിയേ, ഫയർ ബ്ലൈറ്റ് എന്ന് പറയുന്നത് ഏത് ബാക്ടീരിയയാണ്? ഏത് ബാക്ടീരിയയാണ് ഫയർ ബ്ലൈറ്റ്? ആപ്പിളിന് ഫയർ ബ്ലൈറ്റ് ഡിസീസ് ഉണ്ടാക്കുന്നത്? എർവീനിയ എമിലവോറ. എർവീനിയ എമിലവോറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഫയർ ബ്ലൈറ്റ് ഡിസീസ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ടൊബാക്കോടത് പഠിച്ചു. ഏതാണ്? മൊസായിക് ഡിസീസാണ്. ആൻഡ് ഈ മൊസായിക് ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസ് ഏതാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ടൊബാക്കോ മൊസായിക് വൈറസ്. ഓക്കെ, TMV എന്നറിയപ്പെടുന്ന ടൊബാക്കോ മൊസായിക് വൈറസ് ആണ്. ആൻഡ് ഈ വൈറസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുന്ന വൈറസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്യുന്ന വൈറസ് ടൊബാക്കോയുടെ മൊസായിക് വൈറസ് ആണ്. ഏത് ഇയറിലാണ് ഡിസ്കവർ ചെയ്തത്? 1892. അപ്പോൾ ദ ഫസ്റ്റ് എവർ ഡിസ്കവേർഡ് വൈറസ് ആണ് TMV എന്ന് പറയുന്നത്. 1892 ഇത് ഡിസ്കവർ ചെയ്യുന്നത്. റഷ്യൻ ബൊട്ടാനിസ്റ്റ് ആയിട്ടുള്ള ഡിമിത്രി ഇവാനോവ്സ്കി. ഡിമിത്രി എന്ന റഷ്യൻ ബൊട്ടാനിസ്റ്റ് ആണ് എന്ത്? TMV എന്ന് പറയുന്ന വൈറസ് ഫസ്റ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഇമ്പോർട്ടൻറ്റ് ഡാൻസ് ഫോംസ് ഓഫ് മിസോറാം. മിസോറാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡാൻസ് ഫോംസ് നോക്കാം. എൻ്റെ നമുക്കറിയാം, ഒരുപാട് ചോദിക്കുന്നതാണല്ലേ അതിൻ്റെ ഡാൻസ് ഫോംസ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേ. ഏതൊക്കെയാണ്? നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് നമുക്കറിയാം ചെരാവ് ഡാൻസ് എന്ന് പറയുന്ന ബാംബൂ ഡാൻസ് എന്നറിയപ്പെടുന്ന ചെരാവ് ഡാൻസ് ആണ് മിസോറാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡാൻസ് വരുന്നത്. ദെൻ കുറച്ച് നോക്കിയേ, ഖുല്ലം, ചെല്ലം, സംതാലം, ഇങ്ങനെയൊക്കെ വരുന്നൊരു 2-3 പേരുള്ളത്. ഖുല്ലം, ചെല്ലം, സംതാലം, ഇതൊക്കെ അവിടുത്തെ ഡാൻസ് ഫോമാണ്. മിസോറാമിൻ്റെ ആണ്. ഓക്കെ, മിസോറാമിൻ്റെ ആണ് ഖുല്ലം, ചെല്ലം, സംതാലം എന്ന് പറയുന്ന ഡാൻസ് ഫോംസ് ഒക്കെ വരുന്നത്. ദെൻ നമ്മളിത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ, ഇത് ചങ്ക്ലൈസോൺ. ചങ്ക്ലൈസോൺ ഏതാണ്? മിസോറാമിൻ്റെ ആണ് അല്ലേ. ഇവിടെയും ഒരു ചങ്ക്ലൈസോൺ എന്നൊക്കെ ഒരു ഇസഡ് സോൺ, അങ്ങനെ മിസോറാം. ഓക്കെ, ചങ്ക്ലൈസോൺ എവിടുത്തെയാണ്? മിസോറാമിൻ്റെയാണ്. ദെൻ സർലം കെയും എവിടുത്തെയാണ്? മിസോറാമിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മിസോറാമിൻ്റെ ഡാൻസ് ഫോംസ് ആണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ചെരാവ് ഡാൻസ്, ഖുല്ലം, ചെല്ലം, സംതാലം, ചങ്ക്ലൈസോൺ, മിസോറാം, ചങ്ക്ലൈസോൺ. ദെൻ സർലം കെയ്, ഇതൊക്കെ എവിടുത്തെയാണ്? മിസോറാമിൻ്റെ ഡാൻസ് ഫോംസ് ആണ്. ആൻഡ് നോക്കിയേ, മണിപ്പൂരിൻ്റെ ഒരു മെയിൻ ഡാൻസ് ഫോം ഏതാണ്? ലൈ ഹറോബ എവിടുത്തെയാണ്? ലൈ ഹറോബ മണിപ്പൂരിൻ്റെ ഡാൻസ് ഫോമാണ്. ഓക്കെ, ലൈ ഹറോബ മണിപ്പൂരിൻ്റെ ഡാൻസ് ഫോമാണ്. ആൻഡ് നമ്മുടെ മണിപ്പൂരിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് നമുക്കറിയാമല്ലേ, മണിപ്പൂരി. നമ്മുടെ മണിപ്പൂരിൻ്റെ ക്ലാസിക്കൽ ഡാൻസിന് 2 ആസ്പെക്ട്സ് ഉണ്ട്. ഓക്കെ, അത് 2 കാര്യങ്ങളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2 ആസ്പെക്റ്റിലാണ് ഇത് കാണിക്കുന്നത്. ഏതൊക്കെയാണ് 2 ആസ്പെക്ട്സ്? ഒന്ന് ജഗോയി ആൻഡ് ഒന്ന് ചോളം. ഓക്കെ, അപ്പോൾ മണിപ്പൂരിൻ്റെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ 2 ആസ്പെക്ട്സ് ഏതൊക്കെയാണ്? ജഗോയി ആൻഡ് ചോളമാണ്. ജഗോയി എന്താണ്? ജഗോയി റെപ്രസെൻറ്റ്സ് ദ ഫെമിനൈൻ ആസ്പെക്ട്. ഓക്കെ, ഫെമിനൈൻ ആസ്പെക്ട് കാണിക്കുന്നതാണ് ഇത് ജഗോയി ഗേൾ അല്ലെ. ജഗോയി ഗേൾ ഉണ്ട്. ജഗോയി എന്താണ്? റെപ്രസെൻറ്റ്സ് ദ ഫെമിനൈൻ ആസ്പെക്ട് ആണ്. ദെൻ ചോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത് മെസ്കുലീൻ ആസ്പെക്ട് ആണ്. ഓക്കെ, ചോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? മെസ്കുലീൻ ആസ്പെക്ട് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ, കന്താരിയ മഹാദേവ ടെമ്പിൾ വാസ് ബിൽറ്റ് ബൈ വിച്ച് ഡൈനാസ്റ്റി? ഏത് ഡൈനാസ്റ്റിയാണ് കന്താരിയ മഹാദേവ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്നത്?
ഇറ്റ് വാസ് ബിൽഡ് ബൈ ചന്ദേല ഡൈനാസ്റ്റി. ഓക്കെ, ചന്ദേല ഡൈനാസ്റ്റിയാണ് കന്ദാരിയ മഹാദേവ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ഈ കന്ദാര മഹാദേവ ടെമ്പിൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ലൊക്കേറ്റഡ് അറ്റ് ഖജുറാഹോ. ഖജുറാഹോ എവിടെയാണ്? മധ്യപ്രദേശിലെ ഖജുറാഹോയിലാണ് കന്ദാരിയ മഹാദേവ ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഖജുറാഹോയിൽ കുറച്ച് മോണുമെന്റ്സ് ഉണ്ട്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കുറച്ച് മോണുമെന്റ്സ് ഉണ്ട്. അതിൽ ഒരു ടെമ്പിളാണ് ഇത്, ഈ കന്ദാരിയ മഹാദേവ ടെമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതൊരു യുനെസ്കോ റെക്കഗ്നൈസ്ഡ് സൈറ്റ് ആണ്. ഓക്കെ, ഇതൊരു യുനെസ്കോ റെക്കഗ്നൈസ്ഡ് സൈറ്റ് ആണ്. ഖജുറാഹോയിലെ, മധ്യപ്രദേശിലെ ഖജുറാഹോയിലെ കന്ദാരിയ മഹാദേവ ടെമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ചന്ദേല ഡൈനാസ്റ്റിയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് വിച്ച് കിങ് വിദ്യാധര. ഏത് കിങ് ആണ്? കിങ് വിദ്യാധര. ആൻഡ് ഏത് ഗോഡാണ് അവിടെ ഉള്ളത്? ഏത് ലോഡാണ്? ശിവയാണ്. ഓക്കെ, ലോഡ് ശിവയാണ് ആ ടെമ്പിളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ബിലോങ്സ് ടു ദ നാഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ. നാഗര സ്റ്റൈൽ ഓഫ് ഏതാണ്? നാഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ആണ് എവിടെ? കന്ദാരിയ മഹാദേവ ടെമ്പിളിൽ വരുന്ന നാഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ആണ്. ആൻഡ് യെസ്, ഞാൻ പറഞ്ഞു എന്താണ്? ഖജുറാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ഇസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അപ്പോൾ ഈ ഖജുറാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സിലെ ഒരു ടെമ്പിളാണ് കന്ദാരിയ മഹാദേവ ടെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലാണ് ഖജുറാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ്. അതൊരു യുനെസ്കോ വേൾഡ് സൈറ്റ് ആണ്. ആൻഡ് ഖജുറാഹോ നമുക്കറിയാം എവിടെയാണ്? മധ്യപ്രദേശ്. ഏത് സ്റ്റേറ്റിലാണ്? മധ്യപ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മിഷൻ ശക്തി ഈസ് ഇംപ്ലിമെന്റഡ് ബൈ വിച്ച് മിനിസ്ട്രി? ഏത് മിനിസ്ട്രിയാണ് മിഷൻ ശക്തി ഇംപ്ലിമെന്റ് ചെയ്തത്? ഏത് മിനിസ്ട്രിയാണ് മിഷൻ ശക്തി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? മിഷൻ ശക്തി എന്താണ്? ഫോർ വിമൻസ് ആണ്. ഓക്കെ, ഫോർ വിമൻ സേഫ്റ്റി, സെക്യൂരിറ്റി, അതുപോലെ എംപവർമെന്റിനൊക്കെ വേണ്ടിയിട്ടാണ്, വിമൻ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് മിഷൻ ശക്തി ഇംപ്ലിമെന്റ് ചെയ്തത്. അത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, MWCD എന്ന് പറഞ്ഞ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് മിഷൻ ശക്തി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഏത് ഡേറ്റിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? 1st April of 2022. 2022 1st Aprilനാണ് മിഷൻ ശക്തി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആൻഡ് മിഷൻ ശക്തിയിൽ 2 സബ് സ്കീംസ് വരുന്നുണ്ട്. 2 സബ് സ്കീംസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് അത്? 2 സമ്പൽ ആൻഡ് സമർത്ഥയാണ് മിഷൻ ശക്തിയുടെ 2 സബ് സ്കീംസ് ആയിട്ട് വരുന്നത്. അതിൽ സമ്പലിൽ വരുന്ന എന്താണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് വിമൻ. വിമന്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടുള്ളത് ഏതാണ്? സമ്പൽ സബ് സ്കീമും. അതുപോലെ സമർത്ഥി ഏതാണ്? വിമൻ എംപവർമെന്റ്. ഓക്കെ, വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ളത് സമർത്ഥിയും വിമൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് സമ്പലുമാണ്. ഓക്കെ, അപ്പം സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ മേജർ എക്കണോമിക് റീഫോം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1991? നമുക്കറിയാമല്ലേ 1991 മേജർ എക്കണോമിക് റീഫോം ഏതായിരുന്നു? LPG. എന്താണ്? LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. കാരണം 1991 ഇയർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഇത് LPG, റിഫോംസ് ഓഫ് 1991. അത് ഏതൊക്കെയാണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. എന്തായിരുന്നു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് നോക്കിയേ. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻഡസ്ട്രീസ്. റിമൂവൽ ഓഫ് ഗവൺമെന്റ്, അതായത് ലിബറൽ ആക്കുന്നു, കുറെ കൂടി ഫ്രീ ആക്കുന്നു. ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇൻഡസ്ട്രീസിൽ കുറച്ചുകൊണ്ട് കുറെ കൂടി ലിബറൽ ആക്കുകയാണ്. അതായിരുന്നു ലിബറലൈസേഷൻ. ദെൻ പ്രൈവറ്റൈസേഷൻ എന്താണ്? അതുവരെ നമുക്ക് എല്ലാം പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആയിരുന്നു. ഓക്കെ, എല്ലാ ഇൻഡസ്ട്രീസും എല്ലാം നമുക്ക് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആയിരുന്നു. അപ്പോൾ പ്രൈവറ്റൈസേഷൻ വഴി നമ്മൾ ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനെ എന്താണ്? പ്രൈവറ്റ് സെക്ടേഴ്സിന് കൊടുക്കുന്നു. ഓക്കെ, പ്രൈവറ്റ് ആയിട്ട് ഓരോരുത്തർക്ക് ചെയ്യാൻ പ്രൈവറ്റ് സെക്ടേഴ്സിന് കൊടുക്കുന്നതാണ് പ്രൈവറ്റൈസേഷൻ. ആൻഡ് ഗ്ലോബലൈസേഷൻ നോക്കിയേ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. ഇന്ത്യൻ എക്കോണമിയും വേൾഡ് എക്കോണമിയിലോട്ടുള്ള ഇന്റഗ്രേഷൻ, അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഫോറിൻ മാർക്കറ്റ്സിന് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്നു, അല്ലെ? ഓപ്പൺ അപ്പ് ആവുന്നതാണ് ഇത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നോക്കിയേ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ആരായിരുന്നു ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ? 1991 LPG പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൈം മിനിസ്റ്റർ വാസ് PV Narasimha Rao and the finance minister was Dr. Manmohan Singh. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1991 ടൈമിലെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? PV Narasimha Rao. ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗും ആയിരുന്നു. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഈസ് പബ്ലിഷ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? ഏത് ഓർഗനൈസേഷനാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്? ഇറ്റ്സ് പബ്ലിഷ് ബൈ വേൾഡ് എക്കണോമിക് ഫോറം. ആരാണ്? WEF എന്ന് പറയുന്ന വേൾഡ് എക്കണോമിക് ഫോറമാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് നോക്കിക്കേ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI പബ്ലിഷ് ചെയ്യുന്നത് UNDP ആണ്. UNDP എന്താണ്?
യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് UNDP. ആൻഡ് UNDP ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ HDI പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്. ഓക്കെ, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്. ആരാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്, SDSN. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ ഈസ് ദ ലോങ്ങസ്റ്റ് സെർവിങ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ദ ലോങ്ങസ്റ്റ് സെർവിങ്, അതായത് ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിട്ടിരുന്നത് ആരാണ് ഇന്ത്യയുടെ? ഇറ്റ് വാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻഡ് ഹി ഈസ് ഓൾസോ ദി ഫസ്റ്റ് പ്രസിഡന്റ്, അല്ലെ? ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ഏറ്റവും ലോങ്ങസ്റ്റ് കാലം പ്രസിഡന്റ് ആയിട്ട് സെർവ് ചെയ്യുന്നതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അതുപോലെ ലോങ്ങസ്റ്റ് സെർവിങ് വൈസ് പ്രസിഡന്റ് നോക്കിയ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് ലോങ്ങസ്റ്റ് സെർവിങ് വൈസ് പ്രസിഡന്റ്. ആൻഡ് ഏറ്റവും ഫസ്റ്റ് വൈസ് പ്രസിഡന്റും ആര് തന്നെയാണ്? സർവേപ്പള്ളി രാധാകൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രസിഡന്റും ഫസ്റ്റ് വൈസ് പ്രസിഡന്റും തന്നെയാണ് ഏറ്റവും ലോങ്ങസ്റ്റ് സെർവിങ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നോക്കിയേ, നമുക്ക് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ടൈം പീരീഡ് നോക്കിയേ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫ്രം 1950 to 1962, ഓൾമോസ്റ്റ് 12 years, റൈറ്റ്? 1950 to 1962 വരെയും ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഇറ്റ് വാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. And he was the only president to serve 2 full terms. Okay, 2 full terms സെർവ് ചെയ്ത ഒരേ ഒരു പ്രസിഡന്റ് ആരാണ്? ഇറ്റ്സ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ദി ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആൻഡ് സക്കീർ ഹുസൈൻ വാസ് ദ തേർഡ് പ്രസിഡന്റ്. എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? തേർഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്, അല്ലെ? ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് നമ്മുടെ സെക്കൻഡ് പ്രസിഡന്റ് ആവുന്നത്. ആൻഡ് തേർഡ് പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ്? ലാർജസ്റ്റ് ഡെസേർട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് അന്റാർട്ടിക്ക ആണ്. ഓക്കെ, ലാർജസ്റ്റ് ഡെസേർട്ട് അന്റാർട്ടിക്കയാണ്. നമ്മൾ മിക്കവാറും അത് സഹാറ ഡെസേർട്ട് എന്ന് പഠിച്ചിട്ടുണ്ടാകും. ആക്ച്വലി സഹാറ ഡെസേർട്ട് ഒരു ഹോട്ട് ഡെസേർട്ടാണ്. ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ടാണ് സഹാറ ഡെസേർട്ട്. എവിടുത്തെ? ആഫ്രിക്കയിലുള്ള, അല്ലേ? ആഫ്രിക്കയിലുള്ള സഹാറ ഡെസേർട്ടാണ് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ലാർജസ്റ്റ് ഡെസേർട്ട് അല്ലെങ്കിൽ ലാർജസ്റ്റ് കോൾഡ് ഡെസേർട്ടാണ് ഇത് അന്റാർട്ടിക്ക. ആൻഡ് ദി നെക്സ്റ്റ് നോക്കിക്കേ, ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ലാർജസ്റ്റ് ഡെസേർട്ട് ഏതാണ് വരുന്നത്? അത് താർ ഡെസേർട്ടാണ്. ഓക്കെ, ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡെസേർട്ട് ഏതാണ്? താർ ഡെസേർട്ടാണ്. ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, അല്ലേ? ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടാണ്. താർ ഡെസേർട്ടാണ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഏത് സ്റ്റേറ്റിലാണ്? അത് രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പോൾ രാജസ്ഥാനിലെ താർ ഡെസേർട്ടാണ് ഇന്ത്യയിലെ ദ ലാർജസ്റ്റ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യയിലെ കോൾഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ ഏതാണ്? ലഡാക്ക് റീജിയൻ ആണ് ഇത് കോൾഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? ലഡാക്ക് റീജിയൻ ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഹൂസ് ഫേമസ് സ്ലോഗൻ ഈസ് ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ ഷാൽ ഗിവ് യു ഫ്രീഡം. ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ ഷാൽ ഗിവ് യു ഫ്രീഡം എന്ന സ്ലോഗൻ ആരുടെയാണ്? അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ ഷാൽ ഗിവ് യു ഫ്രീഡം ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ വേറെ 2 സ്ലോഗൻ ഏതൊക്കെയാണ്? ജയ് ഹിന്ദ് ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. അതുപോലെ ഡൽഹി ചലോ, ജയ് ഹിന്ദ് ആൻഡ് ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ ഷാൽ ഗിവ് യു ഫ്രീഡം. ഇതൊക്കെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്ലോഗൻസ് ആണ്. ജയ് ഹിന്ദും ഡൽഹി ചലോയും എപ്പോഴും ചോദിക്കുന്നതാണല്ലേ. ജയ് ഹിന്ദ് ആൻഡ് ഡൽഹി ചലോ ആരുടെ സ്ലോഗൻസ് ആണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. ദെൻ നോക്കിയേ, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ഇതാരുടെയാണ്? ബാലഗംഗാധര തിലകിൻ്റെയാണ്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ഇത് ബാലഗംഗാധര തിലകിൻ്റെ സ്ലോഗനാണ്. ആൻഡ് ബാലഗംഗാധര തിലകിന് ഈ ലോക്മാന്യ എന്ന ടൈറ്റിൽ ആരുടെയാണ്? ബാലഗംഗാധര തിലകിന് കിട്ടിയ ടൈറ്റിലാണ് ഇത് ലോക്മാന്യ. ആൻഡ് ബാലഗംഗാധര തിലക് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ അൺറസ്റ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ഇന്ത്യൻ അൺറസ്റ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകാണ്. എന്ന് നോക്കിയാൽ ബാലഗംഗാധര തിലകിൻ്റെ 2 ന്യൂസ് പേപ്പേഴ്സാണ് കേസരി ആൻഡ് മഹാരട്ട. ഏതൊക്കെയാണ്? കേസരി ആൻഡ് മഹാരട്ട ബാലഗംഗാധര തിലകിൻ്റെ ന്യൂസ് പേപ്പേഴ്സാണ്. ആൻഡ് കേസരി ഏത് ലാംഗ്വേജിലാണ്? മറാത്തി ലാംഗ്വേജ്.
കേസരി മറാത്തി ലാംഗ്വേജിലും മഹാരാട്ട ഇംഗ്ലീഷ് ലാംഗ്വേജിലും. നമുക്ക് തോന്നുന്നു ഇത് രണ്ടുമാണ് സെയിം എന്നല്ലേ, പക്ഷേ കേസരി മറാത്ത ലാംഗ്വേജിലും മഹാരാട്ടയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഉള്ളത്. ആൻഡ് ദ ആർട്ടിക് ഹോം ഇൻ വേദാസ്, ദ ആർട്ടിക് ഹോം ഇൻ വേദാസ് ആരുടെ ബുക്കാണ്? ലോകമാന്യ തിലക് എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകിൻ്റെ ബുക്കാണ് ഏത്? ദി ആർട്ടിക് ഹോം ഇൻ വേദാസ്. ആൻഡ് ഓൾസോ ബാലഗംഗാധര തിലകാണ് ദ ഗണപതി ഫെസ്റ്റിവൽ ആൻഡ് ശിവജി ഫെസ്റ്റിവൽ, ഗണപതി ഫെസ്റ്റിവൽ ആൻഡ് ശിവജി ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഗ്രേറ്റ് ലിവിങ് ചോല ടെമ്പിൾസ്, 3 ടെമ്പിൾസ് ആണ് കേട്ടോ. ദ ഗ്രേറ്റ് ലിവിങ് ചോല ടെമ്പിൾസിൽ വരുന്ന 3 ടെമ്പിൾസും അതുപോലെ അവരുടെ ബിൽഡേഴ്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ 3 ടെമ്പിൾസ്? ദ ഫസ്റ്റ് വൺ ഈസ് ബൃഹദേശ്വര ടെമ്പിൾ, ദ ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ. ഓക്കെ, നമുക്ക് 2 ബൃഹദേശ്വര ടെമ്പിൾ ഉണ്ട്. ഒന്ന് തഞ്ചാവൂരിലും ഒന്ന് ഗംഗൈകൊണ്ട ചോലപുരത്തുമാണ്. എവിടെയാണോ? ഒന്ന് തഞ്ചാവൂരിലും ഒന്ന് ഗംഗൈകൊണ്ട ചോലപുരത്തുമാണ്. ഇതെല്ലാം തമിഴ്നാട്ടിലാണ്. ഓക്കെ, തമിഴ്നാട്ടിലുള്ള 3 ടെമ്പിൾസ് ആണ്. ദ ചോല ആർക്കിടെക്ചറിൽ വരുന്ന 3 ടെമ്പിൾസ് ആണ് ഇത് 3. ഫസ്റ്റ് വൺ ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ. ഇതാരാണ് ബിൽഡ് ചെയ്തത്? ബിൽഡ് ബൈ രാജരാജ ചോല 1. ഓക്കെ, രാജരാജ ചോല 1 ബൃഹദേശ്വർ ടെമ്പിൾ ഇൻ തഞ്ചാവൂർ ബിൽഡ് ചെയ്യുന്നത്. എന്നാൽ ബൃഹദേശ്വർ ടെമ്പിൾ ഇൻ ഗംഗൈകൊണ്ട ചോലപുരത്തെ ബൃഹദേശ്വർ ടെമ്പിൾ ആരാണ് ബിൽഡ് ചെയ്യുന്നത്? രാജേന്ദ്ര ചോല. ഓക്കെ, രാജേന്ദ്ര ചോല 1 ഗംഗൈകൊണ്ട ചോലപുരത്തുള്ള ബൃഹദേശ്വർ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത്. ദെൻ 3ാമത്തെ ടെമ്പിൾ ഏതാണെന്ന് നോക്കിയാൽ ഐരാവതേശ്വർ ടെമ്പിൾ. അതെവിടെയാണ്? ദരസുരത്തിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഐരാവതേശ്വർ ടെമ്പിൾ അതാരാണ് ബിൽഡ് ചെയ്യുന്നത്? ഇറ്റ് വാസ് ബിൽഡ് ബൈ രാജരാജ ചോല 2. ഓക്കെ, രാജരാജ ചോള 2 ആണ് ഐരാവതേശ്വർ ടെമ്പിൾ ദരസുരത്ത് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3ഉം ദ ഗ്രേറ്റ് ലിവിങ് ചോല ആർക്കിടെക്ചറിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ, ദെൻ ദ ബൃഹദേശ്വര ടെമ്പിൾ ഇൻ ഗംഗൈകൊണ്ട ചോലപുരം ആൻഡ് ഐരാവതേശ്വര ടെമ്പിൾ. ദ ഫസ്റ്റ് ബൃഹദേശ്വര ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് രാജരാജ ചോല 1. ദെൻ ഗംഗൈകൊണ്ട ചോലപുരത്തുള്ള ബൃഹദേശ്വര ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് രാജേന്ദ്ര ചോല 1. ആൻഡ് ഐരാവതേശ്വർ ടെമ്പിൾ ദരസുരത്തുള്ള ഐരാവതേശ്വർ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് രാജരാജ ചോള 2. ഓക്കെ, അപ്പോൾ ഇത് 3 നോക്കി വെക്കുക. ഓക്കെ, ആൻഡ് ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ റെക്കഗ്നൈസ്ഡ് ആസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഓക്കെ, ഈ ഗ്രേറ്റ് ലിവിങ് ചോല ടെമ്പിൾസ് ആയിട്ടുള്ള ഈ 3 ടെമ്പിൾസും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അവിടെ ഏത് സ്റ്റൈലാണ്? ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഏത് ആർക്കിടെക്ചറാണ്? ദ്രവീഡിയൻ സ്റ്റൈൽ. ഇപ്പോൾ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന് ഒരു എക്സാമ്പിൾ കൂടിയാണ് ഏതൊക്കെ? ദ ഗ്രേറ്റ് ലിവിങ് ചോല ടെമ്പിൾസ് എന്ന് പറയുന്നത് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the types of land donations and taxes during ഈ ചോല പീരീഡ്. ഈ ചോല പീരീഡിൻ്റെ ടൈമിലുണ്ടായിരുന്ന ലാൻഡ് ഡൊണേഷൻസും ടാക്സസും അവരുടെ പേരും അവരുടെ കാര്യങ്ങളും എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് ചോദിക്കുന്നതാണ്. അപ്പോൾ ലാൻഡ് ഡൊണേഷൻസും കുറച്ച് ടാക്സസും ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ലാൻഡ് ഡൊണേഷൻസ് നമുക്കൊരു 4 ടൈപ്പ് ഓഫ് ലാൻഡ് ഡൊണേഷൻസ് ആണ് ചോല പീരീഡിൽ ഉണ്ടായിരുന്നത്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രഹ്മദയ എന്ന് പറയുന്നത് ബ്രാഹ്മിൻസിന്, ഇത് ലാൻഡ് ഗിവൺ ടു ബ്രാഹ്മിൻസ് ആണ് ഇത് ബ്രഹ്മദയ. ഓക്കെ, ബ്രാഹ്മിൻസിന് കൊടുക്കുന്ന അല്ലെ ബ്രഹ്മദയ, ബ്രാഹ്മിൻസിന് കൊടുക്കുന്നതാണെന്ത് ബ്രഹ്മദയ. ദെൻ ദേവദാന, അത് നമുക്കറിയാം ടെമ്പിൾസിന്, ദൈവങ്ങൾക്ക് അല്ലേ, ദൈവങ്ങൾക്ക് കൊടുക്കുന്നത്. ലാൻഡ് ഗിവൺ ടു ടെമ്പിൾസ് ആണ് ഇത് ദേവദാന എന്ന് പറയുന്നത്. ദെൻ പള്ളിച്ചന്തം ജെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്തതാണ്. ഓക്കെ, പള്ളിച്ചന്തം ജെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തതാണ് ഏത്? പള്ളിച്ചന്തം എന്ന് പറയുന്നത് ദ ലാൻഡ് ഗിവൺ ടു ജെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ ശാലഭോഗ എവിടത്തെയാണ്? ശാലഭോഗ ഇസ് ദ ലാൻഡ് ഗിവൺ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നതാണ് ശാലഭോഗ. നമുക്കറിയാം പാഠശാല അല്ലേ, പാഠശാലയല്ലേ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാഠശാല. അപ്പോൾ പാഠശാല എന്താ? ശാലഭോഗ. ദ ലാൻഡ് ഗിവൺ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ശാലഭോഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 4ആണ് ദ ലാൻഡ് ഡൊണേഷൻസ് അറിയപ്പെട്ടിരുന്നത് ഏത്? ചോല പീരീഡിലുള്ള ലാൻഡ് ഡൊണേഷൻസ്. ആൻഡ് ദെൻ നമുക്ക് അവരുടെ ടാക്സ് ഫോംസ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ടാക്സ് ഫോംസ്, 2 ടാക്സ് ഫോംസ് ഓഫ് ചോല ഡൈനാസ്റ്റി ഏതൊക്കെയായിരുന്നു? അതേതൊക്കെയായിരുന്നു? വെട്ടി ആൻഡ് കടമ. ഓക്കെ, വെട്ടിയും കടമയായിരുന്നു ചോല പീരീഡിലെ 2 ടാക്സ് ഫോംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം വെട്ടി എന്താണ്? ഫോഴ്സ്ഡ് ലേബർ. ഓക്കെ, ലേബറിൻ്റെ ഫോമിൽ ടാക്സ് പേ ചെയ്തതാണ് ഇത് വെട്ടി. ഫോഴ്സ്ഡ് ലേബർ ആയിരുന്നു. ഓക്കെ, വെട്ടി, കഷ്ടപ്പെട്ട് വെട്ടി, അങ്ങനെയായിരുന്നു. ഇത് ഫോഴ്സ്ഡ് ലേബർ ആയിരുന്നു. അതിൻ്റെ കടമ നമ്മുടെ ഒരു കടമയാണ്. നമ്മുടെ ലാൻഡ് റവന്യൂ ടാക്സ് കൊടുക്കുക ഒരു കടമയായിട്ട്. ഇപ്പോൾ കടമ ഏതാണ്? ലാൻഡ് റവന്യൂ ടാക്സ് ആയിരുന്നു കടമ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ദ ടാക്സ് ഫോംസ് ഓഫ് ചോല ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ.